ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഐബെല്ലിൻ്റെ കുറേ പ്രോഡക്റ്റ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഐബെല്ലിൻ്റെ കെറ്റിലാണ് വന്നിരിക്കുന്നത്. 1.8 ലിറ്ററിൻ്റെയാണ് ഈ കെറ്റിൽ. ഇതിൻ്റെ ഒരു വാട്ട്സ് വരുന്നത് 1500 വാട്ട്സാണ്. അപ്പോൾ ഈ കളർ വരുന്നത് ഈ സെയിം കളർ തന്നെ, ഒരു സ്റ്റീൽ കളറിലുള്ളതാണ് വരുന്നത്. ഓട്ടോമാറ്റിക് പവർ ഓഫ് ഉണ്ട്, അതായത് നമ്മൾ വെക്കുന്ന വെള്ളം തിളച്ച് കഴിയുമ്പം ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകും. പിന്നെ ബേസ് നമുക്ക് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാനുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ റീചാർജബിൾ ഫാനാണ്. അപ്പോൾ ഈ ഫാന് USB ചാർജിങ് ആണ്. 5 hours നമുക്ക് ബാക്കപ്പ് കിട്ടും. ഇത് കറണ്ടേ കുത്തി ചാർജ് ചെയ്യുക, എന്നിട്ട് കറണ്ട് ഇല്ലാത്തപ്പം യൂസ് ചെയ്യാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് റീചാർജബിൾ ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫാനും ഉണ്ട്, ഇതിൻ്റെ നടുക്ക് LED ബൾബും ഉണ്ട്. അപ്പോൾ ഈ ഫാൻ എന്ന് പറയുന്നത് 3 സ്പീഡ് ഫാനാണ് വരുന്നത്. ലോ, മീഡിയം, ഹൈ അങ്ങനെ 3 സ്പീഡ് ഫാനാണ്. LED ഡിമ്മും ബ്രൈറ്റും ഉള്ള LED ആണ്. 5 hours ആണ് നോർമൽ ബാക്കപ്പ് വരുന്നത്. USB ചാർജിങ് ആണ്. ചാർജിങ് കേബിൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ റൊട്ടേഷൻ ഇല്ല, നമുക്ക് മുകളിലേക്കും താഴേക്കും ചെരിച്ച് വെക്കാനായിട്ട് പറ്റും. 360 റൊട്ടേഷൻ അവൈലബിൾ അല്ല. അത്രയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഇതും 1 year വാറണ്ടി ഉള്ളതാണ്. ഇതിനും 1 year വാറണ്ടി ഉണ്ട്, ഇതിനും ഉണ്ട്. ഐബെല്ലിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സിനും നമുക്ക് 1 year വാറണ്ടി കിട്ടുന്നതാണ്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ഇത് ഐബെല്ലിൻ്റെ പെഡസ്റ്റൽ ഫാനാണ്. 5 ലീഫുള്ള പെഡസ്റ്റൽ ഫാനാണ് കേട്ടോ. ഇത് ഹൈ സ്പീഡ് ഫാനാണ്. നമ്മൾ ലോ സ്പീഡും ഹൈ സ്പീഡും കൂടെ ഒന്ന് കമ്പാരിസൺ നടത്തുവാണെങ്കിൽ നല്ല കാറ്റ് സ്പീഡ് വ്യത്യാസമുണ്ട്. ഹൈ സ്പീഡ് എടുത്തു കഴിയുമ്പം ശരിക്കും നമുക്കറിയാൻ പറ്റുന്ന ഒരു വ്യത്യാസം തന്നെയുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഈ ഹൈ സ്പീഡെന്ന് വെറുതെ പറയുന്നതെന്നല്ലേ ഉള്ളൂ, ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ലോ സ്പീഡും ഹൈ സ്പീഡും കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. നല്ല കാറ്റാണ് ഇതിന്. ഇത് 5 ലീഫിൻ്റെയാണ് വരുന്നത്. 3 സ്പീഡ് കൺട്രോളുണ്ട്, ടൈമർ ഫങ്ഷൻ ഉണ്ട്, വൈഡ് സ്വീപ്പ് ഓസിലേഷൻ. ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ പറയാനുള്ളത്. ഇതും 1 year വാറണ്ടി കമ്പനി തരുന്നുണ്ട്. പെഡസ്റ്റൽ ഫാനാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് കുറേ ടോർച്ചുകളൊക്കെ, ടോർച്ചിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കുറേ ടൈപ്പ് ടോർച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും റേറ്റ് കുറഞ്ഞിരിക്കുന്ന ഒരു മോഡലാണിത്. 950 രൂപയുടെ ഈ ഒരു മോഡല്. ഇത് സൂമിങ് ഉള്ളത് തന്നെയാണ്. ഡിമ്മ്, ബ്രൈറ്റ്, ഫ്ലാഷ് മോഡ് അങ്ങനെ 3 മോഡുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൂമിങ് ഓപ്ഷൻ ഉണ്ട്. USB കേബിൾ വരുന്നുണ്ട്. ചാർജർ, മൊബൈലിൻ്റെ 5 volt ചാർജർ ഉപയോഗിക്കുക. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് സൂമിങ് ഓപ്ഷനും ഉണ്ട്. പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരു എമർജൻസി ലൈറ്റ് പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വരുന്നത്. എമർജൻസി ലൈറ്റ് തന്നെ നമുക്ക് റെഡ് കളറുണ്ട്. അതിൻ്റെ ഫ്ലാഷ് മോഡും എല്ലാം വിത്ത് തന്നെയുണ്ട്. ഇത് ഏതിൻ്റെ പോസ് ചെയ്തടാ. പിന്നെ നമുക്ക് ഐബെല്ലിൻ്റെ ടോർച്ചുകൾ അവൈലബിൾ ഉള്ളത് ഇതാണ്. ഇത് നമുക്ക് സൂമിങ് ഉള്ളതാണ്. 7500 mAh ബാറ്ററി ഇതിൻ്റെ വരുന്നത്. Type-C ചാർജറാണ്. ചാർജിങ് കേബിൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതും അത്യാവശ്യം നല്ല വെളിച്ചമുള്ളൊരു ടോർച്ചാണ് കേട്ടോ ഐബെല്ലിൻ്റെ. ഇങ്ങനെ നല്ലൊരു പൗച്ചിനകത്താണ് ഇത് കിട്ടുന്നത്. ഈ മോഡൽ. ഇതും ഇങ്ങനെ സൂമിങ് ഓപ്ഷൻ ഉള്ളതാണ്. ഡിമ്മ്, ബ്രൈറ്റ്, ഫ്ലാഷ് മോഡ്, SOS മോഡ് അങ്ങനെ 4 മോഡിൽ ഇത് അവൈലബിൾ ആണ്. ഇതിനും 1 year വാറണ്ടി കമ്പനി തരുന്നുണ്ട്. പിന്നെ 7500 mAh ബാറ്ററിയുടെ വരുന്ന വേറൊരു മോഡലാണിത്. ഇതിന് സൂമിങ് ഓപ്ഷൻ ഇല്ല, പക്ഷേ ഇവിടുത്തെ പവർ ബാങ്ക് ഓപ്ഷൻ ഉണ്ട്. എയർക്രാഫ്റ്റ് അലുമിനിയം ബോഡിയാണ് വരുന്നത്. അപ്പോൾ ഇതും തമ്മിലുള്ളൊരു വ്യത്യാസം, ബാറ്ററി സെയിം ആണ്, പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആദ്യം കാണിച്ച മോഡലിന് സൂമിങ് ഉണ്ട്, ഇതിന് സൂമിങ് ഇല്ല. അതിന് പകരം പവർ ബാങ്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം കുറഞ്ഞൊരു മോഡൽ ഇതാണ്.
ഈ ഒരു ടോർച്ചിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂമിങ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട് 4 ലെവൽ. നമുക്ക് ചാർജ് കുറയുന്നതനുസരിച്ച് LED ഇൻഡിക്കേഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചാർജ് കുറഞ്ഞോ ചാർജ് ചെയ്യാറായി എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഈ ടോർച്ചിന് ഒരു എക്സ്ട്രാ ഫങ്ഷനായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ ഡിമ്മ്, ബ്രൈറ്റ്, ഫ്ലാഷ് മോഡ്, SOS മോഡ് എല്ലാം അവൈലബിൾ ആണ്. ഇതും USB ചാർജിങ് ആണ്. ചാർജിങ് കേബിൾ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. 1 ഇയർ വാറണ്ടി ആണുള്ളത്. ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഇതും USB ചാർജിങ് ഉള്ള ഹെഡ്ലൈറ്റ് ആണ്. അപ്പം നമ്മൾ സാധാരണ കാണുന്ന ഹെഡ്ലൈറ്റിൽ നിന്നും ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഒരു മോഡലിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ വരുന്നത്. ഇത്രയും ഓപ്ഷനാണ് ഇതിനുള്ളത്. ഇതും 1 ഇയർ വാറണ്ടി ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ റേഡിയോ ആണ്. അപ്പോൾ റേഡിയോ മോഡലൊക്കെ നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇത് USB ഉള്ള റേഡിയോ ആണ്. ഇതിൻ്റെ FM, AM, SW1, SW2 4 ബാൻഡ് റേഡിയോ ആണ്. പെൻഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്, മെമ്മറി കാർഡ് ഓപ്ഷൻ ഉണ്ട്, MP3 പ്ലേ ബാക്ക്, റീചാർജബിൾ ബാറ്ററി ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പറയാനുള്ളത്. ഇതും 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. പിന്നെ ഐബെല്ലിൻ്റെ റേഡിയോ ഈ ടൈപ്പ്. അപ്പോൾ നേരത്തെ ഐബെല്ലിൻ്റെ നമുക്കൊരു ടീക്വുഡിൻ്റെ ഡിസൈനുള്ള റേഡിയോ ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അതിന് പകരം ഇറങ്ങിയിരിക്കുന്ന ഒരു മോഡലാണിത്. ഇപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ഡിസൈൻ കിട്ടുകയില്ല. ഇനി ഓൾഡ് സ്റ്റോക്കൊക്കെ ഇരിപ്പുണ്ടെങ്കിലേ കിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ ഇറക്കിയിരിക്കുന്ന മോഡൽ ഇങ്ങനെയൊരു സിൽവർ കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് പുതിയ മോഡൽ. അപ്പോൾ ഇതിനും നമുക്ക് ഇത് റീചാർജബിൾ ആണ്. പെൻഡ്രൈവിൻ്റെ ഓപ്ഷൻ ഉണ്ട്, മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്, FM, മീഡിയം വേവ്, ഷോർട്ട് വേവ്, പിന്നെ ബ്ലൂടൂത്ത് ഓപ്ഷൻ. ഇതിനും ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതിനും ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാനുള്ളത്. പിന്നെ ഐബെല്ലിൻ്റെ തന്നെ നമുക്ക് പോക്കറ്റ് റേഡിയോ അവൈലബിൾ ആണ്. ഇതും എല്ലാ ഫങ്ഷൻസും ഉള്ളതാണ്. റീചാർജബിൾ ബാറ്ററിയാണ്. FM ഉണ്ട്, AM ഉണ്ട്. 2 ബാൻഡാണ്. ബ്ലൂടൂത്ത് ഫങ്ഷൻ ഉണ്ട്. USB യൂസ് ചെയ്യാം, മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാം, ഹെഡ്സെറ്റ്, ഹെഡ് ജാക്ക് ഉണ്ട്, ഹെഡ്ഫോൺ ഉപയോഗിക്കാനുള്ള ജാക്ക് ഉണ്ട്, ഹാൻഡ് സ്ട്രാപ്പ് ഉണ്ട്, തൂക്കി പിടിക്കാനായിട്ട് നമുക്കിതിൻ്റെ കൂടെ ഒരു സ്ട്രാപ്പ് കിട്ടും, ഏരിയലുണ്ട്. അപ്പം എല്ലാം സാധാരണ ഒരു റീചാർജബിൾ റേഡിയോ പോലെ തന്നെ സൈസ് ചെറുതാണെന്നേ ഉള്ളൂ പോക്കറ്റ് റേഡിയോ. പിന്നെ വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ ബേസ് മോഡൽ 2 റേഡിയോ ആണ്. 3 ബാറ്ററിയുടെ ആണ്. അപ്പോൾ ഇതിൽ രണ്ടും കാഴ്ചയ്ക്ക് ഒരുപോലെയാണ്. പക്ഷെ ഒരെണ്ണം റീചാർജബിൾ ബാറ്ററി ഉള്ളതും ഇൻബിൽറ്റ് റീചാർജബിൾ ബാറ്ററി ഉള്ളതും ഒരെണ്ണം ഇൻബിൽറ്റ് റീചാർജബിൾ ബാറ്ററി ഇല്ലാത്തതുമാണ്. അപ്പോൾ ഇൻബിൽറ്റ് റീചാർജബിൾ ബാറ്ററി ഉള്ളത് നമ്മൾ മൊബൈലിൻ്റെ അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ സാംസങ്ങിനൊക്കെ നേരത്തെ വന്നുകൊണ്ടിരുന്ന ചെറിയ പിന്നിൻ്റെ അഡാപ്റ്റർ യൂസ് ചെയ്യണം. ഇൻബിൽറ്റ് ബാറ്ററി ഇല്ലാത്തത് നമുക്ക് ഡയറക്റ്റ് ACL കൊടുക്കാൻ പറ്റും. AC കോഡ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമുക്ക് രണ്ടിലും എക്സ്ട്രാ 3 ബാറ്ററി ഇട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കാഴ്ചയ്ക്ക് ഇത് രണ്ടും സെയിം ആണ്. പക്ഷേ വ്യത്യാസം അതാണ്. ഒരെണ്ണത്തിന് ഇൻബിൽറ്റ് റീചാർജബിൾ ബാറ്ററി ഉണ്ട്, ഒരെണ്ണത്തിന് റീചാർജബിൾ ബാറ്ററി ഇല്ല. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐബെല്ലിൻ്റെ പ്രോഡക്റ്റ് എമർജൻസി ലൈറ്റുകളാണ്. ഈ 2 ടൈപ്പ്. ഇപ്പോൾ ഒരു ചെറുതും വലുതും. ഇപ്പോൾ ഈ ഒരെണ്ണത്തിന് ബൾബ് പോലെ തെളിക്കാൻ പറ്റും, ബൾബ് ഓപ്ഷൻ ഉണ്ട്. പിന്നെയുള്ളത് എമർജൻസി ലൈറ്റ്. അപ്പോൾ അത് 2 എണ്ണമായിട്ടും ഒരെണ്ണമായിട്ടും തെളിക്കാൻ പറ്റും. പിന്നെ ഇത് വരുന്നത് എമർജൻസി ലൈറ്റിൻ്റെ ട്യൂബ് പോലെയുണ്ട്, LED ബൾബ് പോലെയുണ്ട്. അതും നമുക്ക് ഡിമ്മും ബ്രൈറ്റുമായിട്ട് മാറി തെളിക്കാൻ പറ്റും. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ളത് പവർ ബാങ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കറണ്ട് ഇല്ലാത്തപ്പോൾ ഇത് കുത്തി നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാം. അപ്പോൾ ഐബെല്ലിൻ്റെ ഇൻസെക്റ്റ് കില്ലറും നമുക്ക് ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. 30 വാട്ടിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ഇൻസെക്റ്റ് നമുക്ക് കൊതുകല്ലാത്ത ബാക്കി ഇൻസെക്ട്സിനെയൊക്കെ ഇത് ക്യാച്ച് ചെയ്യും. കൊതുക് മാത്രം പിടിക്കാൻ പാടാണ്. കാരണം ഇതിൻ്റെ ഗ്രില്ല് ഇത്തിരി ഹോള് വലുതാണ്. അപ്പോൾ കൊതുകിനെ കിട്ടത്തില്ല. അല്ലാതെ നമുക്ക് ഈച്ച, വണ്ട് അങ്ങനെയുള്ള ഇൻസെക്ട്സിനെയൊക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ് ഇൻസെക്റ്റ് കില്ലർ. ഇത് വരുന്നത് 30 വാട്ടിൻ്റെയാണ്. അപ്പോൾ ഇതിനും 1 ഇയർ വാറണ്ടി കിട്ടുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്രയാണ് ഐബെല്ലിൻ്റെ പ്രോഡക്ട്സ് ഇന്ന് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പിൻ്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്.
ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലായിലെ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിൽ. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. വീണ്ടും കുറേ പ്രോഡക്റ്റ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.